ഒരു സ്ത്രീയുടെ നിശ്ചയദാർഢ്യത്തിന്റെയും പോരാട്ടത്തിന്റെയും കഥയിലേക്കാണ് അറേബ്യൻ ദിസ് വീക്ക് ഇത്തവണ ആദ്യം കടക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിനിയായ മേരി ഷെറിന്റെ ഈ കഥ കാണാതെ പോകരുത്. തളരാത്ത പോരാട്ടത്തിന്റെ കഥയാണിത്. ജീവിതത്തോടുള്ള പോരാട്ടം, കുടുംബം നശിപ്പിച്ച ഭർത്താവിന്റെ ലഹരി ഉപയോഗത്തോടുള്ള പോരാട്ടം, തളർത്താൻ ശ്രമിക്കുന്നവരോട് നിവർന്നു നിന്ന് തോൽക്കില്ല എന്ന് ഉറക്കെ പറഞ്ഞുള്ള പോരാട്ടം. ഇത് തിരുവനന്തപുരം വലിയവേളി സ്വദേശിനി മേരി ഷെർലിൻ. ഗൾഫിലെ തിളയ്ക്കുന്ന വെയിലിലും തോൽക്കില്ലെന്നും തോൽപ്പിക്കാനാവില്ലെന്നും തീരുമാനിച്ചിങ്ങനെ സധൈര്യം മേരി മുന്നോട്ടു പോകാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായി. എന്നെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന സ്വപ്നം മാത്രം മുറുകെ പിടിച്ച്. ഹസ്ബൻഡും കള്ളുകൂടി ഉണ്ടായിരുന്നു, സംശയമായിരുന്നു. അതും എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു, വഴക്കായിരുന്നു. അങ്ങനെ കുറേയൊക്കെ അങ്ങനെ ജീവിതം ഇതായിപ്പോയി. പിന്നെ 2 പെൺകുട്ടികളാണ്. ഇപ്പോൾ മൂത്തയ്ക്ക് 27 വയസ്സായി. അപ്പോൾ ആ 10 വയസ്സിലാണ് പ്രശ്നങ്ങളും ഉണ്ടായി. അപ്പം ആളുടെ ബിഹേവിയർ ശരിയല്ലായിരുന്നു, മക്കളോടുള്ള ഒരിത്. അപ്പം ഞാനായിട്ട് തന്നെ ഇറക്കി വിട്ടു. അന്ന് ഭർത്താവിന്റെ മദ്യപാനത്തിൽ കുടുംബം തകരുന്നത് കണ്ടു നിൽക്കാനാകാതെ പറക്കമുറ്റാത്ത 2 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് തോൽക്കാൻ മനസ്സില്ലാതെ നടന്നു തുടങ്ങിയതാണ് മേരി ഷെർലിൻ. പറ്റാവുന്ന തൊഴിലെല്ലാം ചെയ്ത് ഇപ്പോഴും 2 അറ്റം കൂട്ടിമുട്ടിക്കാനായി അഹോരാത്രം പ്രവർത്തിക്കുകയാണ്. നിത്യേന അജ്മാനിൽ നിന്നും ഷാർജയിലെ ജോലി സ്ഥലത്തേക്കും തിരിച്ചും സൈക്കിളിൽ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുകയാണ്. എന്നെങ്കിലും ഒരു നല്ല കാലം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ. അന്ന് തുടങ്ങി ഞാനിങ്ങനെ പുറമേ നിന്ന് ഇടയ്ക്ക് ഞാനെന്ന് വെച്ചാൽ ഇച്ചിരി പ്രശ്നങ്ങളുമായിട്ട് വീട്ടിൽ നിന്ന് മാറിയുന്ന സമയമുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന ടൈമും ഉണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ പോയി ഒരു സർവേയുടെ, നാട്ടിൽ തന്നെ സർവേയുടെ പണിക്ക് കുറേ നാൾ നിന്നു. അങ്ങനെ അവിടെ നിന്ന് കൊല്ലത്ത് പോകും, കോഴിക്കോട് പോകും, അങ്ങനെ നിന്നു. അതിനിടയ്ക്ക് അമ്മ മരിച്ചു. അമ്മയായിരുന്നു പിള്ളേരെ നല്ല ഇത് നോക്കുന്നത്. ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്. അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് അപ്പം പിള്ളേരെ നോക്കാൻ അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അവർ 2 വർഷം കോൺവെൻറ്റിലായിരുന്നു. അമ്മയുടെ മരണശേഷം 13 വർഷം മുൻപ് സന്ദർശക വിസയിൽ ഉപജീവനാർത്ഥം UAE-യിലെത്തിയതാണ്. ഷാർജയിലെയും അജ്മാനിലെയും വീടുകളിൽ പാർട്ട് ടൈം ജോലികൾ ചെയ്തു. ഇപ്പോഴും പലയിടങ്ങളിലായി വീട്ടുജോലികൾ ചെയ്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും. പലയിടങ്ങളിൽ ഈ സൈക്കിളിൽ രാപ്പകലില്ലാതെ ഓടുകയാണ് ഈ വനിത. കഴിഞ്ഞ 8 വർഷത്തോളമായി സൈക്കിളിലാണ് മേരി ഷെർലിന്റെ യാത്ര. ഇതാകുമ്പോൾ വണ്ടിക്കൂലി കൊടുക്കേണ്ടല്ലോ എന്ന് പുഞ്ചിരിയോടെ മേരി പറയുമ്പോൾ ഉള്ളം തേങ്ങുന്നത് കേൾക്കാമായിരുന്നു. സൈക്കിളിൽ ചവിട്ടി പോകാൻ തീരുമാനിച്ചാൽ ഞാൻ ബസ്സിന് നോക്കിയപ്പോഴത്തേനും അന്ന് അത് 330 ദിർഹംസ് വേണം ഒരു മാസത്തിന്. അപ്പം ആ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമല്ലേ. അതുകൊണ്ട് ഞാൻ സൈക്കിൾ ഇവിടെ, എനിക്കറിയില്ല സൈക്കിൾ ചവിട്ടാൻ, ശരിക്കും എനിക്കറിയില്ല. ഞാൻ നാട്ടിൽ സൈക്കിൾ ചവിട്ടുന്നതല്ല. അപ്പോൾ ഒരു സൈക്കിൾ സെക്കൻഡ് ഹാൻഡ് എടുത്തു. സെക്കൻഡ് ഹാൻഡ് 150 ദിർഹംസായി. എടുത്തിട്ട് തന്നെ പഠിച്ചതാണ്. 12 മണിക്കും ഞാൻ ഇവിടെ നിന്ന് പോകാറുണ്ട്. ഭയങ്കര ചൂടാണ്. പക്ഷെ എന്നാൽ നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, പോയേ പറ്റൂ. അതുകൊണ്ട് ചൂടായാലും ചവിട്ടി പോവും. സൈക്കിൾ ചവിട്ടിയില്ലെങ്കിൽ ജീവിതം ഇനിയും തളരുമെന്നതിനാൽ ക്ഷീണം മറന്ന് മുന്നോട്ടു പോകുന്നതിനിടെയാണ് മകളുടെ രോഗം ഇടുത്തിയായി മുന്നിലെത്തിയത്. മസ്തിഷ്ക അർബുദമാണ് വില്ലനായെത്തിയത്. ഉടനെ ശസ്ത്രക്രിയയും വേണ്ടി വന്നു.
ഇതിനിടയ്ക്ക് എൻ്റെ മോക്ക് ഇളയാൾക്ക് ബ്രെയിൻ ട്യൂമർ വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ സർജറി ചെയ്തു, എമർജൻസി ആയിരുന്നു. അത് നാട്ടുകാരൊക്കെ സഹായിച്ചിട്ടാണ് മോക്കന്ന് അത് സർജറി ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് മോളെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ തുമ്പെ ഹോസ്പിറ്റലിൽ ഒരു 9 മാസം വർക്ക് ചെയ്തായിരുന്നു. നല്ല സാലറി ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്തുള്ള പൊളിറ്റിക്സും കാര്യമായിരിക്കും ജോലി പോയി. പിന്നെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ നാട്ടിൽ പോയി ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. കുറേ ജോലി നോക്കി. മോക്കധികം പ്രഷർ കൊടുക്കാൻ പാടില്ല. ജീവിതം തന്നോട് എന്തിനാണ് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നതെന്ന് ചിന്തിക്കാറുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അധ്വാനിക്കാനുള്ള മനസ്സ് മാത്രമാണ് മേരിക്ക് കൈമുതലായിട്ടുള്ളത്. നാട്ടിൽ പോയിട്ട് വർഷം 8 കഴിഞ്ഞു. കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് നാട്ടിൽ പോകുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും ആകില്ല. ഇതിനിടെ മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു. പക്ഷേ അതിൽ മേരിക്ക് പങ്കെടുക്കാനുമായില്ല. കൊച്ചുമക്കളായി. അവരുടെ മുഖം ഇതുവരെ കണ്ടിട്ടുമില്ല. ഇനി നാട്ടിൽ പോയാൽ തന്നെ താമസിക്കാൻ ഒരു വീടില്ല. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് മേരി പറയുന്നു. എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും രണ്ടാമത്തെ മകൾക്ക് നല്ലൊരു ജീവിതവും താമസിക്കാൻ ഒരു വീടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിനായാണ് രാപ്പകലില്ലാതെ സൈക്കിളിൽ കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്നത്. നാട്ടിൽ പോകണം. കാരണം മോളുടെ കുഞ്ഞുങ്ങളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. 2 കൊച്ചുമക്കളുണ്ട്, അവരെ കണ്ടിട്ടില്ല. പിന്നെ നാട്ടിൽ പോകണമെന്നുണ്ട്. പക്ഷേ അതിനൊന്നും ഇതല്ല, പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇളയ സഹോദരൻ ഇവിടെ ഉണ്ട്, പക്ഷെ ആരും വിളിയോ ഒന്നുമില്ല. ഇല്ലേ, സഹോദരങ്ങളാണ്. ആരുമായിട്ടും മിണ്ടാറൊന്നുമില്ല. ഞാനല്ല, അവരായിട്ട് വിളിക്കില്ല, ഞാനും ഇതാക്കില്ല. കാരണം അന്ന് അമ്മ മരിച്ച സമയത്തെ അവരെല്ലാം അവർക്കാർക്കും 10 രൂപ പോലും തന്നു സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 2 പെൺകുട്ടികളാണ്. ഒമാനിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ജബൽ അക്തറിലേക്കുള്ള യാത്രയാണ് ഇനി. ഒമാനിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ജബൽ അക്തർ. കടലും മലകളും നിറഞ്ഞ ഭൂപ്രകൃതിയാണ് ഒമാനെ മറ്റ് അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഈ മലകളിൽ മനോഹരമായ തോട്ടങ്ങൾ നിറഞ്ഞ നിരവധി ഗ്രാമങ്ങളുണ്ട്. മസ്കറ്റിൽ നിന്ന് ഏകദേശം 157 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ജബൽ അക്തറിൽ എത്താം. ഏകദേശം 80 കിലോമീറ്റർ നീളവും 32 കിലോമീറ്റർ വീതിയുമുള്ള ഒരു പർവ്വത നിരയാണ് ജബൽ അക്തർ. ഹജ്ജർ പർവ്വതനിരകളുടെ ഭാഗമാണ് ദാഖിലിയ ഗവർണറേറ്റിലെ ഈ ജബൽ അക്തർ. മാതളനാരങ്ങ, വാൾനട്ട്, ആപ്രിക്കോട്ട്, മുന്തിരി എന്നിവ വിളയുന്ന ഗ്രാമത്തിലേക്ക് നിരവധി വിനോദസഞ്ചാരികളാണ് എത്താറുള്ളത്. മെഡിറ്ററേനിയൻ കാലാവസ്ഥ കാരണം മാതളനാരങ്ങ, ആപ്രിക്കോട്ട്, റോസാപ്പൂക്കൾ എന്നിവ സമൃദ്ധമായാണ് ഇവിടെ വളരുന്നത്. ജലസേചന ആവശ്യങ്ങൾക്ക് ആവശ്യമായ ജലസ്രോതസ്സുകൾ പർവ്വത നിരകളിൽ നിന്ന് ലഭിക്കുന്നു. മാർച്ച് മുതൽ ആരംഭിക്കുന്ന റോസാപ്പൂ കാലം ഏപ്രിലിലാണ് ഉയർന്ന ഉൽപാദനത്തിലെത്തുക. 7 ഏക്കറിലായി 5000-ൽ പരം പനിനീർ ചെടികളുണ്ട് ഇവിടെ എന്നാണ് ഔദ്യോഗിക കണക്കുകൾ. പനിനീർ പൂക്കളുടെ തനിമയും ഗുണമേന്മയും ലഭിക്കുന്നതിനായി രാവിലെയും വൈകുന്നേരവുമാണ് പനിനീർ പൂക്കൾ ഇവിടെ ശേഖരിക്കുന്നത്.
ജബൽ അക്തറിലെ കർഷകർ പലരും പരമ്പരാഗത പനിനീർ കൃഷിക്കാരുമാണ്. വർഷങ്ങളായി ഈ കൃഷി നടത്തുന്നവരും തലമുറകളായി കൃഷി പഠിച്ചവരും നിരവധിയാണ്. ചെറുതും വലുതുമായി തോട്ടങ്ങളിൽ നിന്ന് പൂക്കൾ ശേഖരിച്ച് ഫാക്ടറികളിൽ എത്തിക്കുന്നവരും വിനോദസഞ്ചാരികളെ ദിവസങ്ങളോളം ഒപ്പം ചേർത്ത് പനിനീർ പൂ പറിക്കലും അനുബന്ധ കാര്യങ്ങളും ടൂറിസത്തിനായി ഉപയോഗിക്കുന്നവരും നിരവധിയാണ്. ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന റോസ് വാട്ടറിന് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ആവശ്യക്കാരാണുള്ളത്. പനിനീർ ചെടി നട്ടുവളർത്തലും പൂക്കളിൽ നിന്ന് റോസ് വാട്ടർ ഉൽപ്പാദിപ്പിക്കലുമൊക്കെ ജബൽ അക്തറിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗവുമാണ്. വേനൽക്കാലത്തെ മിതമായ കാലാവസ്ഥയും ശൈത്യകാലത്തിലെ മനോഹരമായ കാലാവസ്ഥയും കാരണം ജബൽ അക്തർ പ്രാദേശിക അന്തർദേശീയ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട സ്ഥലമായി ഇപ്പോഴും തുടരുകയാണ്. താഴ്വരകളിലൂടെയുള്ള ട്രക്കിംഗ്, ഗുഹാപര്യവേഷണം, പർവ്വതാരോഹണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പരിസ്ഥിതി ടൂറിസത്തിനും സാഹസിക ടൂറിസത്തിനും അവസരങ്ങൾ നൽകുന്ന സ്ഥലം കൂടിയാണ് ഇത്. 2024 ദഖ്ലിയയിലെ ജബൽ അക്തർ നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷന്റെ കണക്കുകൾ പ്രകാരം ജബൽ അക്തറിൽ 2,3629 സന്ദർശകരാണ് എത്തിയത്. വിദേശ വിനോദസഞ്ചാരികളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 83,509 പേർ ഈ പ്രദേശം സന്ദർശിച്ചു. വേനൽക്കാലത്ത് മിതമായ കാലാവസ്ഥയും ശൈത്യകാലത്തിലെ തണുത്ത കാലാവസ്ഥയും കാരണം ജബൽ അക്തർ സഞ്ചാരികൾക്ക് ഏറെ പ്രിയമുള്ള സ്ഥലമാണ്. ജബൽ അക്തറിന്റെ സാഹസികതയുടെയും സാംസ്കാരിക അനുഭവങ്ങളുടെയും അതുല്യമായ മിശ്രിതം ഒമാന്റെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്ന നിലയിലുള്ള സ്ഥാനം ഉറപ്പിക്കുന്നുമുണ്ട്. ജബൽ അക്തറിൽ വേനൽക്കാലത്ത് പോലും 20-30 ഇടയിലായിരിക്കും താപനില. വിവിധ അറബ്, ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി പുരാതന ആരാധനാലയങ്ങളും വിലായത്തിലെ ഗ്രാമങ്ങളെ വ്യത്യസ്തമാക്കുന്നുണ്ട്. ഇവിടെ വളരുന്ന മാതള നാരങ്ങകൾ ലോകത്തിലെ ഏറ്റവും മികച്ചതായാണ് കണക്കാക്കപ്പെടുന്നത്. പച്ചപ്പും സവിശേഷമായ കാലാവസ്ഥയും സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നുമാണ്. സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്കുള്ള പർവ്വതാരോഹണം, പർവ്വത പാതകളിൽ കാൽനട യാത്ര തുടങ്ങിയ കായിക വിനോദങ്ങൾ പരിശീലിക്കാനും ഇവിടെ സൗകര്യങ്ങളുണ്ട്. സുൽത്താനേറ്റിന്റെ ഇക്കോ ടൂറിസത്തിനും സാഹസിക വിനോദസഞ്ചാരത്തിനും പേരുകേട്ട സ്ഥലമാണ് ജബൽ അക്തർ. റമദാൻ അവസാന പത്തിലേക്ക് കടന്നതോടെ ഗൾഫ് നാടുകളിലെ പള്ളികളും സജീവമായി. കുവൈറ്റിലെ ഗ്രാൻഡ് മോസ്കിലേക്ക് ദിവസവും ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തുന്നത്. റമദാനിലെ പകലുകളും രാവുകളും പ്രാർത്ഥനാ നിരതരായ വിശ്വാസികളുടെ ഒഴുക്കിന് സാക്ഷ്യം വഹിക്കുന്ന കുവൈറ്റിലെ വലിയ പള്ളിയുടെ വിശേഷങ്ങളാണ് ഇത്. റമദാനിലെ പകലുകളും രാവുകളും പ്രാർത്ഥനാ നിരതമായ വിശ്വാസികളുടെ ഒഴുക്കിന് സാക്ഷ്യം വഹിക്കുകയാണ് കുവൈറ്റിലെ വലിയ പള്ളി. ഇസ്ലാമിക മതവിശ്വാസികളുടെ ആത്മസംസ്കരണത്തിന്റെ പുണ്യസ്ഥലമായി മാറിയ ഗ്രാൻഡ് മോസ്ക് അഥവാ അൽ മസ്ജിദ് അൽ കബീർ കുവൈത്തിലെ ഏറ്റവും വലിയ പള്ളിയും രാജ്യത്തിന്റെ പ്രധാന ആരാധനാ കേന്ദ്രവുമാണ്. പുണ്യമാസമായ റമദാനിലെ അവസാന പത്തിൽ വിശ്വാസികൾക്ക് ആത്മസംസ്കരണത്തിനും ആത്മീയ ഉണർവിനുമായി രാപ്പകലുകളില്ലാതെ പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുകയാണ് ഈ ആരാധനാലയം. പ്രധാന നമസ്കാരങ്ങൾക്ക് ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഓരോ ദിവസവും പള്ളിയിലേക്ക് ഒഴുകിയെത്താറുള്ളത്. 4,80,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഗ്രാൻഡ് മോസ്ക് ഇസ്ലാമിക വാസ്തുവിദ്യയുടെ അതുല്യ ഉദാഹരണമാണ്. പ്രധാന കെട്ടിടം മാത്രം 2,20,000 ചതുരശ്ര അടിയിൽ നിർമ്മിച്ചതാണ്. ഇതിന്റെ പ്രാർത്ഥനാ ഹാളിൽ 236 അടി വീതിയുള്ളതാണ്. 65 അടി വ്യാസവും 141 അടി ഉയരവുമുള്ളതായാണ് പള്ളിയുടെ പ്രധാന താഴികക്കുടം. ഈ താഴികക്കുടം ദൈവത്തിന്റെ 99 നാമങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. 144 ജനാലകളാണ് പള്ളികളിലുള്ളത്. തേക്കിലൊരുക്കിയ വലിയ വാതിലുകൾ ഈ പള്ളിയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നുമാണ്. ഗ്രാൻഡ് മോസ്കിന്റെ പ്രധാന പ്രാർത്ഥനാ ഹാൾ 10,000 പുരുഷന്മാരെയും സ്ത്രീകൾക്കായുള്ള പ്രത്യേക ഹാളിൽ 950 സ്ത്രീകളെയും ഉൾക്കൊള്ളാൻ ശേഷിയുണ്ട്. 1979 ഈ പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചത്. 1986 പണി പൂർത്തിയാവുകയും
ഈ പള്ളി ഔദ്യോഗികമായി തുറന്നു നൽകുകയും ചെയ്തു. അൽസീഫ് കൊട്ടാരത്തിന് എതിർവശത്തായാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഗ്രാൻഡ് മോസ്ക് ഇസ്ലാമിക പാരമ്പര്യത്തെയും അറബി കലാശൈലിയെയും സംരക്ഷിച്ച് ഒരു സാംസ്കാരിക കേന്ദ്രമെന്ന നിലയിലും രാജ്യത്തെ സവിശേഷ നിർമ്മിതി കൂടിയാണ്. 3800 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഇസ്ലാമിക ലൈബ്രറി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പഠനത്തിനായി വലിയ അറബി ഗ്രന്ഥശേഖരമാണ് ലൈബ്രറിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഇസ്ലാമിക പഠനത്തിലുള്ള മികച്ച അവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പള്ളിയുടെ ഭിത്തികളിലും ഉൾവശങ്ങളിലും വിശുദ്ധ ഖുർആനിലെ വരികൾ മനോഹരമായി കുറിച്ചിരിക്കുന്നു. പ്രതിദിനം ആയിരക്കണക്കിന് സന്ദർശകരാണ് ഈ പള്ളിയിലെത്തുന്നത്. രാജകീയ നിർമ്മാണ ശൈലി, മനോഹരമായ അലങ്കാരങ്ങൾ, വിശാലമായ ഹാളുകൾ എന്നിവ ഈ പള്ളിയെ വേറിട്ട അനുഭവമാക്കുന്നു. ഗ്രാൻഡ് മോസ്ക് ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രങ്ങളിലൊന്നുമാണ്. കുവൈറ്റിലെ ഏറ്റവും മനോഹരമായ ആരാധനകളിലൊന്നായ ഈ പള്ളി രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെയും മുഖമുദ്രകളിൽ ഒന്നാണ്. ഗ്രാൻഡ് മോസ്ക് അതിന്റെ മനോഹരമായ വാസ്തുവിദ്യയും സമാധാനപരവും ആത്മീയവുമായ അന്തരീക്ഷവും കൊണ്ട് ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ ഓരോ ദിവസവും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പോയ കാലത്തിന്റെ മനോഹരമായ കാഴ്ചയാണ് യുഎയിലെങ്ങുമുള്ള ഇഫ്താർ സമയം അറിയിച്ചുള്ള ഇഫ്താർ പീരങ്കികൾ. പഴയകാലത്തിന്റെ നല്ല ഓർമ്മകളെ പുതുതലമുറയിലേക്കും എത്തിക്കുകയാണ് ഈ ഇഫ്താർ പീരങ്കികളിലൂടെ അധികൃതർ. എമിറാത്തി പാരമ്പര്യവും പൈതൃകവും അടയാളപ്പെടുത്തിക്കൊണ്ട് റമദാൻ മാസത്തിലെ നോമ്പുതുറ സമയം അറിയിച്ചുള്ള പീരങ്കികൾ യുഎയിൽ മുഴങ്ങി തുടങ്ങി. വർഷങ്ങൾക്ക് മുൻപ് മരുഭൂമിയിലൂടെ 100 കണക്കിന് കിലോമീറ്ററുകൾ ഒട്ടകത്തിന്റെ മുകളിൽ യാത്ര ചെയ്തിരുന്ന കച്ചവട സംഘങ്ങൾക്ക് നോമ്പുതുറ അറിയിക്കാനുള്ള ഏക മാർഗമായിരുന്നു ഈ പീരങ്കി ശബ്ദം. ബാങ്ക് വിളിക്കാനും ബാങ്ക് വിളിച്ചത് അറിയിക്കാനും ഇന്നത്തെ പോലെ ആധുനിക ഉപകരണങ്ങളൊന്നുമില്ലാതിരുന്ന കാലങ്ങളിൽ അന്നത്തെ മനുഷ്യർക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു അത്. കാലമേറെ കടന്നുപോയി. യുഎഇ ആകാശമുട്ട വളർന്നു. ആധുനികതയിലേക്കുള്ള ഈ കുതിപ്പിനിടയിലും പക്ഷേ തങ്ങളുടെ ഇന്നലകളെയും കടന്നുവന്ന വഴികളും ഈ നാട്ടുകാർ മറന്നില്ല. പരിശുദ്ധ റമദാൻ മാസത്തിൽ എല്ലാ ദിവസവും ഇഫ്താർ സമയങ്ങളിൽ യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ പീരങ്കി ശബ്ദം ഇന്നും മുഴങ്ങും. നടന്നു നീങ്ങിയ വഴികളെ ഈ നാട് മറക്കില്ലെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഷാർജയിൽ ഇഫ്താർ സമയം പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് 10 കേന്ദ്രങ്ങളിലാണ് ഇത്തവണ പീരങ്കിനാദം മുഴങ്ങുക. ദുബായിൽ 7 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ പീരങ്കികളുള്ളത്. കൂടാതെ 17 സ്ഥലങ്ങളിൽ മൊബൈൽ പീരങ്കികളും സജീവമാണ്. ഇന്ന് ഈ കാഴ്ച കാണാനും ഏറെ പേരാണ് ഓരോ സ്ഥലങ്ങളിലും എത്താറുള്ളതും. പെരുന്നാൾ ദിവസം വരെ ഇത്തരത്തിൽ പൈതൃകത്തിന്റെ മനോഹാരിത പങ്കിട്ട ശേഷമേ ഈ പീരങ്കികൾ നിശബ്ദമാകാറുള്ളൂ. അറബി ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബി നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.